ഒരു ബസ് നിറയെ ആളുകളുമായി യാത്ര പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ്. ഉപതെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ഇലക്ഷൻ ബസ്സുമായിട്ടാണ് അല്ലേ മാഡം? അതെ, ഇലക്ഷൻ ബസ്സാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി നമ്മുടെ ബസ്സിൽ വരുമോ? ബസ്സിൽ അത് ഇത്തിരി വലിയ ആഗ്രഹമായി പോയി, അത്യാഗ്രഹമായി പോയി. ഒരു ബസ് യാത്രയുടെ ക്ഷീണം മൂപ്പർ കഴിഞ്ഞിട്ടില്ല. അതെ അതെ, കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച വലിയൊരു ക്ഷീണമാണത്. നവകേരള ആ ബസ് തന്നെ വലിയൊരു ദുരന്തമായി അല്ലേ? ബസ് പൊളിക്കേണ്ടി വന്നു. ബസ് യാത്രയുടെ ക്ഷീണം മാറിയിട്ടില്ല. അപ്പൊ നമ്മുടെ ബസ് യാത്ര ക്ഷീണമുള്ള ബസ് യാത്ര ആയിരിക്കില്ല. നമ്മുടെ ടീം മുഴുവനുണ്ട്. ഈ ഒരു കോഴിക്കോട്ട് ഇത്രയും വലിയ പ്രതിഷേധം നടക്കുമ്പോൾ VS രഞ്ജിത്ത് ഇങ്ങോട്ട് പോകുന്നതും അവിടെ അടിപൊട്ടിയല്ലോ. അതെ, ശരിക്കും ഈ മുറിവേറ്റ കോൺഗ്രസ്സുകാരാ ശരിക്കും ഇന്നലെ കണ്ടത് നമ്മൾ. ആ കോൺഗ്രസ്സുകാർക്ക് രണ്ട് തരത്തിൽ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റിട്ടുണ്ട്. ഒന്ന്, നല്ല അടി കിട്ടി. രണ്ട്, ആ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ചെയ്തു. അവർ കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനൽ തോറ്റു. മാത്രമല്ല ഇന്നലെ MK രാഘവൻ MP ഉൾപ്പെടെ അവിടുന്ന് വലിയ തോതിലുള്ള കയ്യേറ്റത്തിനൊക്കെ ഇരയാകേണ്ടി വന്നു. ഭയങ്കര ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എവിടെയാണ് ഹർത്താൽ തന്നെ അതെ, പോലീസ് ഇന്നലെ സത്യത്തിൽ നമ്മളെ കണ്ടതാണ്. വളരെ നിഷ്ക്രിയമായിരുന്നു. അവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നവരെ തടയുന്നുണ്ട്. ആര് തടഞ്ഞു എന്നുള്ളതല്ല, തടയുന്നുണ്ട്. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആത്മാഭിമാനത്തിന് മുറിവേറ്റ കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധം എന്ന് പറയേണ്ടി വരും. കോഴിക്കോട്ടെ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോയിരിക്കുന്നു. ഇവിടെ വലിയ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത്. കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഇലക്ഷൻ ബസ്, ഒരുപാട് ബസ്സുകളും കാറുകളും ഒക്കെയുള്ള ഏതോ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. എവിടെയാണ് റോഷിപ്പാൽപ്പെട്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ആ പൊതുയോഗം, തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം നടക്കുന്ന ആ സ്ഥലം. നമ്മൾ വാഹനം തിരിച്ച് അതിലേ പാസ് ചെയ്യുന്നത്. ആ തിരക്കാണ്. അപ്പോൾ നമ്മൾ കാണുന്ന തിരക്ക് മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടി, ആദ്യത്തെ രാവിലത്തെ പ്രചാരണ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3 പ്രചാരണ പരിപാടികളിലാണ്. രാവിലെ 11 മണിക്ക് ഒരെണ്ണം, അതിനുശേഷം വൈകിട്ട് 5 മണി, 6 മണി, അങ്ങനെ 3 പ്രചാരണ പരിപാടികൾ മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്നു. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി ഈ സമയത്ത് പ്രചാരണ പരിപാടി നടത്തുമ്പോൾ അത് സന്ദീപ് വാര്യർ കൊണ്ടുപോയി അല്ലേ ഉണ്ണി സാർ? അതെ, ഇന്നത്തെ പ്രസംഗവും സന്ദീപിന്റെ പോക്കിനെ കുറിച്ചാണ്. ഒരാൾ കോൺഗ്രസിലേക്ക് പോയതാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ പ്രധാന ചർച്ച എന്ന് പറയുന്നു. മാത്രമല്ല സന്ദീപ് പാണക്കാട് പോയതിനെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ബാബറി മസ്ജിദൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്. കെ മുരളീധരന്റെ പ്രതികരണം ഇതിനിടയിൽ വരുന്നുണ്ട്. കെ മുരളീധരൻ ഇന്നലെ പാട്ടിട്ടു. ഉണ്ണി സാർ പാട്ടൊക്കെ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ 2 ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാല് കേരളത്തിൽ ഇല്ലായിരുന്നുകൊണ്ട് വാർത്തകൾ കാണാൻ കഴിയുന്നില്ല. അതെ, ഞാൻ ഏതാ ആയിരുന്നു അല്ലേ? 15 ദിവസത്തിനും അറിയാൻ പറ്റും. മാഡത്തിന് സന്തോഷമാക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഹരീഷ് പറയുന്നു നമ്മുടെ സ്മൃതി മഞ്ജു വാര്യരെ പോലെ ഉണ്ടല്ലോ. ഏത് ഹരീഷ്? കമന്റിലെ ഹരീഷ്. ഏത് ഹരീഷാണത്? അപ്പൊ ഏതോ ഒരു ഹരീഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഈ യാത്രക്കിടയിൽ നിരവധി ആളുകളെ നമുക്ക് പരിചയപ്പെടാനും ഒക്കെ പറ്റുന്ന ഈ സ്റ്റോറേജ് മുഴുവൻ VS രഞ്ജിത്തിന്റെ അടുത്താണ് കേട്ടോ. രഞ്ജിത്ത് നല്ല രീതിയിൽ തടി വെക്കുന്നുണ്ട് കേട്ടോ. തടി കൂടി വരുന്നുണ്ട്. അതായത് വയനാട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നന്നായി ഭക്ഷണം കഴിച്ചു തോന്നുന്നു അല്ലേ? അതേസമയം പാലക്കാട് നോക്കി റോഷിപാൽ മെലിയുകയും ചെയ്തു. അതെ, പാലക്കാട് കാലാവസ്ഥയും വളരെ മോശമാണ് അല്ലെ? ഇപ്പൊ മണി 11:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ നല്ല ചൂടാണ് പുറത്ത്. അത് രാഷ്ട്രീയ ചൂട് മാത്രമല്ല, കാലാവസ്ഥയും നല്ല കടുത്ത ഊഷ്മാവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പാലക്കാടുകാർ നല്ല എന്താ പറയാ, വാശിയേറിയ ഈ മത്സരത്തിൽ അവരുടെ വോട്ടവകാശം ശരിയായി തന്നെ വിനിയോഗിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളെ നിരാശപ്പെടുത്തിയത് വയനാട്ടിലെ വോട്ടിംഗ് പെർസെന്റേജ് ആണ്. അതേസമയം ചേലക്കര വലിയ കുഴപ്പമില്ലാത്ത പോളിംഗ് ആണ്. ചേലക്കരയിലും ഡിക്ലൈൻ ഉണ്ട്. പക്ഷേ ചേലക്കരയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചേലക്കരയിലും വയനാട്ടിലും ഒക്കെ ഈ ഡിക്ലൈനിങ് ട്രെൻഡാണ് കാണിക്കുന്നത് അല്ലെ? ചേലക്കരയിൽ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇരു മുന്നണികളും അവകാശവാദം ഉന്നയിച്ച പഞ്ചായത്തുകളിൽ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സായ്കുമാർ കൃത്യമായിട്ട് അത് പറയുകയും ചെയ്തിരുന്നു. വലിയ പോരാട്ടം നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിലാണ് പോളിംഗ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഒരു റിസൾട്ട് വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുള്ളത്. അതായത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നെഞ്ചിടിപ്പ് ഒരേപോലെ കൂട്ടിയ മണ്ഡലമാണ് ചേലക്കര. സാധാരണഗതിയിൽ 10-28 വർഷമായിട്ട് ഇടതുപക്ഷം മാത്രം ജയിക്കുന്ന ചേലക്കര മണ്ഡലത്തിൽ അത്തരത്തിലൊരു വലിയ ഫൈറ്റ് രമ്യ ഹരിദാസ് കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടുകൂടി ആ ഇലക്ഷൻ ടൈറ്റായി. ഇപ്പോൾ പാലക്കാട് ഇനി കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും വന്നിരിക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. ഈ ഉപതെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ കേരളത്തിലെ പല തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കി അല്ലേ? സരിനെ പോലൊരു നേതാവ്, കോൺഗ്രസിന്റെ മുൻനിര നേതാവ് നേരെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകുന്നു. സന്ദീപ് വാര്യരെ പോലെ ഒരു തീപ്പൊരി ബ്രാൻഡ് നേതാവ് BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് ഉത്തരേന്ത്യയിൽ കാണുന്ന രീതിയിലുള്ള പോലുള്ള വാക്കുകൾ വരുന്നത്. ഇനിയിപ്പോൾ ഓപ്പറേഷൻ കമല എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്, ഞാൻ തിരിച്ച് ഓപ്പറേഷൻ ഹസ്ത എന്ന് പറയും. അതെ, കല രണ്ട് പക്ഷേ നേരത്തെ സ്മൃതിയുടെ ഇന്റർവ്യൂലല്ലേ AK ബാലൻ പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡ് ആയിരിക്കും സന്ദീപ് വന്നാൽ. അത് ഇന്നലെ വൈറലായി. ആ പ്രയോഗം എല്ലാവരും ഏറ്റെടുത്തു അല്ലേ? പക്ഷെ ഇന്ന് ഇടതുപക്ഷം പറഞ്ഞിരിക്കുന്നത് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരാളെയാണ് കോൺഗ്രസ്. പക്ഷേ AK ബാലൻ സഖാവ് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അദ്ദേഹം ട്രാൻസിഷൻ സ്റ്റേജ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ട്രാൻസിഷൻ ഇടയിലാണ് ഈ ഹൈജാക്ക് നടന്നത്. പൂർണ്ണമായും ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നില്ല. നമ്മൾ ഈ കടന്നു പോകുന്ന വഴികളിൽ ചുവന്ന തോരണങ്ങളുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുഖ്യമന്ത്രിയാണ്, കണ്ണാടിയാണിത്. മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് നല്ല ആളുണ്ടായിരുന്നു. ഇത്രയും കാലാവസ്ഥ നല്ല ചൂടൊക്കെ ആയിട്ട് പോലും ഈ സമയത്ത്
ഒരുപാട് ആളുകൾ ഈ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടെത്തി. അപ്പോൾ അദ്ദേഹം ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ. നിശ്ചയമായും അദ്ദേഹം കണ്ണാടിയുടെ ഹൃദയം കയ്യിലെടുത്ത് റിപ്പോർട്ടർ ഇതാ യാത്ര തുടരുകയാണ്. അല്ല, 2 പരിപാടികൾ കൂടി ഉണ്ട് മുഖ്യമന്ത്രിക്ക് അല്ലേ? വൈകിട്ട് 5 മണിക്കും 4 മണിക്ക് 5 മണിക്കും 6 മണിക്കുമായി 2 പൊതുപരിപാടികൾ കൂടിയുണ്ട്. അതോടൊപ്പം ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വരുന്നുണ്ട് മാത്തൂരിലേക്ക്. അങ്ങനെ ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രചാരണ പരിപാടികൾ, സമ്പർക്ക പരിപാടികൾ, അങ്ങനെ പലതരത്തിൽ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ഒരു തിരക്ക് നമുക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് കടന്നു വന്ന ആ ഒരു ജംഗ്ഷൻ ഈ കണ്ണാടി ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമല്ലേ? ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോൺഗ്രസിന് ഇടതുപക്ഷത്ത് നിന്ന് AK ബാലന്റെ ഭാഷയിൽ പറഞ്ഞാൽ മതേതര വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം, ഒരു പഞ്ചായത്താണ് കണ്ണാടി. അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസ് നന്നായി പ്രവർത്തിച്ചു, UDF സംവിധാനം. പക്ഷേ ഈ തവണ സ്വന്തം വോട്ടുകൾ പെട്ടിയിൽ വീഴ്ത്താനുള്ള പണികൾ LDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി വിലയിരുത്തപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് കണ്ണാടിയാണ്. പഞ്ചായത്തുകളിലൊന്ന് കണ്ണാടിയാണ്. ഈ പിരായിരി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏറെക്കാലമായിട്ട് UDFന്റെ കയ്യിലുള്ള പഞ്ചായത്താണല്ലോ അല്ലേ? അവിടെ ലീഗിന് സ്വാധീനമുള്ള പഞ്ചായത്താണ് അല്ലേ? അവിടെ പിരാരിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയ ആശങ്കയില്ല. അവിടെ നിന്ന് കുറച്ച് പേർക്ക് അങ്ങോട്ട് പോയതൊക്കെ ഇടതുപക്ഷത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞൊന്നും ആശങ്കയില്ല.